ഡോ ജോൺസ് ഒഴികെയുള്ള അമേരിക്കൻ ഇൻഡെക്സുകൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത് മൂലവും യൂറോപ്യൻ ഇൻഡെക്സുകളിൽ പോസിറ്റീവ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ഇൻഡെക്സുകളും പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം നാസ്ഡാക്ക് 0.11% അപ്സൈഡിലും S&P 0.23% അപ്സൈഡിലും ക്ലോസിംഗ് നൽകി. എന്നാൽ ഇന്റൽ പോലുള്ള ടെക് സ്റ്റോക്കുകളിൽ വന്ന ഹെവി സെല്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഡോ ജോൺസ് 0.11% ഇടിഞ്ഞ് അല്ലെങ്കിൽ ഡൗൺ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ക്രൂഡിൻ്റെ വില തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ക്രൂഡിൻ്റെ വില 0.8% വർദ്ധിച്ച് $89 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ക്രൂഡ് റിഫൈൻ ചെയ്യുന്ന പല കമ്പനികൾക്കും മുകളിലും ഗവൺമെൻറ് വിൻഫോൾ ടാക്സ് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായ സെല്ലിംഗ് നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2213 കോടിയുടെ സെല്ലിംഗ് നടത്തി. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1102 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് വേദാന്ത അതിൻ്റെ വേദാന്ത എന്ന അലൂമിനിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി അതിൻ്റെ അലൂമിനിയം റിഫൈനിങ് കപ്പാസിറ്റി 3.5 മില്യൺ മെട്രിക് ടൺ പെർ ആനമായി ഉയർത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഒഡീസയിൽ കമ്പനി 1.5 മില്യൺ മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള ഒരു പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. ആൾറെഡി എക്സിസ്റ്റിംഗ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതുവഴി പ്ലാന്റിൻ്റെ കപ്പാസിറ്റി 2 മെട്രിക് ടൺ പെർ ആനത്തിൽ നിന്നും 5 മില്യൺ മെട്രിക് ടൺ പെർ ആനമായി ഉയർന്നിട്ടുണ്ട്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വേദാന്ത എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും വേദാന്ത എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് സോം ഡിസ്റ്റിലറീസ് ആൻഡ് ബ്രിവറീസ് എന്ന സ്റ്റോക്ക്. കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 രൂപ ഫേസ് വാല്യുള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 2 രൂപ ഫേസ് വാല്യുള്ള ഷെയറുകളായി സ്പ്ലിറ്റ് ആവുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. GE പവർ ഇന്ത്യ, KEC ഇൻ്റർനാഷണൽ തുടങ്ങിയ 2 കമ്പനികൾക്ക് ലഭിച്ച ഓർഡറിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സ്റ്റോക്കുകളെ ശ്രദ്ധിക്കേണ്ടത്. ജയപ്രകാശ് പവർ വെഞ്ചേഴ്സിൽ നിന്നും GE പവർ ഇന്ത്യ എന്ന കമ്പനിക്ക് 775 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇതിൽ 490 കോടി രൂപയുടെ ഓർഡർ 33 മാസത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യാനും 284 കോടി രൂപയുടെ ഓർഡർ 30 മാസത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓർഡറാണ് GE പവർ ഇന്ത്യക്ക് ലഭിച്ചത്. KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് 816 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലേക്ക് ടവർ സപ്ലൈ ചെയ്യുന്നതിനും നോർത്ത് ഇന്ത്യയിൽ സ്റ്റീൽ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിനും കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാർബൺ ഡെറിവേറ്റീവ് സെറ്റപ്പ് ചെയ്യുന്നതിനും വേണ്ടിയാണ് KEC ഇൻ്റർനാഷണലിന് 816 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുൻപ് വിവിധ കമ്പനികൾ അവരുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിൽ മാർക്കറ്റ് റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് അവന്യൂ സൂപ്പർമാർട്ട്. അവന്യൂ സൂപ്പർമാർട്ടിൻ്റെ സ്റ്റാൻഡ് അലോൺ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 19.9% വർദ്ധിച്ച് 10,337 നിന്നും 12,393 കോടിയായി മാറി. കൂടാതെ മാർച്ച് ക്വാർട്ടറിൽ കമ്പനി 24 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 365 എത്തിക്കുകയും ചെയ്തു. പൂനെവാല ഫിൻകോർപ്പ് എന്ന NBFC കമ്പനിയെയും നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. പൂനെവാല ഫിൻകോർപ്പിൻ്റെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 52%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 11% വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 6,371 കോടി രൂപയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻ്റ് ആയിരുന്നു മാർച്ച് ക്വാർട്ടറിൽ നടത്തിയത്. ഇപ്പോഴത് 9,680 കോടിയായി മാറി. അതേസമയം കഴിഞ്ഞ ക്വാർട്ടറിൽ 8,731 കോടി രൂപയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് കമ്പനി നടത്തിയിരുന്നു. പൂനെവാല ഫിൻകോർപ്പിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 54%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 13% വർദ്ധിച്ചിട്ടുണ്ട്. L&T ഫിനാൻസ് ഹോൾഡിംഗ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. L&T ഫിനാൻസ് ഹോൾഡിങ്ങിൻ്റെ ടോട്ടൽ ലോൺ ബുക്ക് 80,000 കോടി എന്ന മൈൽ സ്റ്റോൺ കടന്നു കഴിഞ്ഞു. ഇവിടെ 31% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ ലോൺ ബുക്കിൽ കമ്പനി കൈവരിച്ചിരിക്കുന്നത്. കൂടാതെ റീറ്റെയിൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 33% വർദ്ധിച്ച് 15,030 കോടിയായി മാറി. പോർട്ട്ഫോളിയോയുടെ റീറ്റെയിലൈസേഷൻ 94% ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക്, RBL ബാങ്ക്, സൂര്യോദയ് സ്മാൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങിയ 3 ബാങ്കുകളുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കിംഗ് സെക്ടറിലെ ഈ 3 സ്റ്റോക്കുകളെയും ശ്രദ്ധിക്കാവുന്നതാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ഗ്രോസ് അഡ്വാൻസ് ഇയർ ഓൺ ഇയറിൽ 20% വർദ്ധിച്ച് 2,12,788 കോടിയായി മാറി. കമ്പനിയുടെ ക്രെഡിറ്റ് ഗ്രോയിങ് 25% വർദ്ധിക്കുകയും ഹോൾസെയിൽ ക്രെഡിറ്റ് ഗ്രോയിങ് 15% ഉയരുകയും ചെയ്തു.
റീറ്റെയിൽ ടു ഹോൾസെയിൽസ് റേഷ്യോ 56:44 എന്ന ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ടോട്ടൽ ഡെപ്പോസിറ്റ് 18.4% വർദ്ധിച്ച് 2,52,583 കോടിയായി മാറി. അതേസമയം കാസ റേഷ്യോ ഇയർ ഓൺ ഇയറിൽ 3.3% ഇടിഞ്ഞ് 29.4 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സൂര്യോദയ സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ടോട്ടൽ അഡ്വാൻസ് ഇയർ ഓൺ ഇയറിൽ 41% വർദ്ധിച്ച് 8,650 കോടിയായി മാറി. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 31% വർദ്ധിച്ച് 2,340 കോടിയായി മാറിയിട്ടുണ്ട്. ഹോൾസെയിൽ ഡെപ്പോസിറ്റ്സിൽ 20% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. കാസ റേഷ്യോ 1.6% ക്വാർട്ടർ ടു ക്വാർട്ടറിലും 3% ഇയർ ഓൺ ഇയറിലും വർദ്ധിച്ച് 20.1% മാറിയിട്ടുണ്ട്. അതേസമയം ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 36% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 6,900 കോടിയായി ഉയരുകയും ചെയ്തു. RBL ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സിലും ഗണ്യമായ വർധനവുണ്ടായി. RBL ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സ് ഇയർ ഓൺ ഇയറിൽ 22% വർദ്ധിച്ച് 1,03,484 കോടിയായി മാറി. അഡ്വാൻസ് 19% വർദ്ധിച്ച് 85,640 കോടിയായി മാറി. അഡ്വാൻസിൽ 5% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ നമുക്ക് കാണാൻ സാധിക്കും. റീറ്റെയിൽ അഡ്വാൻസ് 29% വളർച്ച കൈവരിച്ചപ്പോൾ ഹോൾസെയിൽ അഡ്വാൻസിൽ 7% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ അഡ്വാൻസ് റേഷ്യോ 58:42 എന്ന ലെവലിൽ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ 3 ബാങ്കിംഗ് സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്